ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ക്രോസ് പ്ലാറ്റ്ഫോമുകളിലും വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെയൊക്കെ മെയിൻ പ്രശ്നം, നമ്മൾ പല ഡിവൈസുകൾ യൂസ് ചെയ്യുമ്പോൾ, ഉദാഹരണം ഒരു ലാപ്ടോപ്പോ ഒരു ഐപാഡോ ഒരു മൊബൈലോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഡേറ്റ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മെയിനായിട്ട് ആപ്പിൾ ഡിവൈസുകളിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അതിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈഫൈ വഴി നമുക്ക് ഒരു വീഡിയോയോ ഇമേജോ ഒക്കെ നല്ല സ്പീഡിൽ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡിങ് ആപ്പിൾ ഡിവൈസസ് ഇത് ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിൻ്റെ പേര് ലോക്കൽ സെൻഡ്. ലോക്കൽ സെൻഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റാണിത്. ലിങ്ക് ഞാൻ കൊടുത്തേക്കും, നോക്കൂ ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇത് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് ഒരു സെർവറിൻ്റെ ആവശ്യമില്ല, അത് പിയർ ടു പിയർ ആയിട്ടായിരിക്കും ഇത് സെൻഡ് ചെയ്യുക. ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റും. ക്രോസ് പ്ലാറ്റ്ഫോമാണ്. അതിൽ വിൻഡോസ്, മാക് OS, ലിനക്സ്, ആൻഡ്രോയിഡ്, iOSലും വർക്ക് ചെയ്യും. ഞാൻ ഐപാഡിൽ യൂസ് ചെയ്ത് നോക്കിയതാണ്. ഐപാഡിൽ നിന്നും PC യിലോട്ടും മൊബൈലിലോട്ടും സെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു തരത്തിലുള്ള ആഡ്സും ഇല്ല, ട്രാക്കിംഗ് ഇല്ല, ഹിഡൻ കോസ്റ്റുകളൊന്നുമില്ല. ഇത് പബ്ലിക്കലി അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എൻക്രിപ്റ്റഡ് ആണ്. പിന്നെ ഇത് വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. ഇതിൽ ഇവിടെ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. ആ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ട് ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, മാക് OS, ലിനക്സ്, ആൻഡ്രോയിഡ്, iOS ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. exe ഫയലാണ് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഇതിൽ വളരെ സിമ്പിളാണ്. റിസീവ് ചെയ്യാം, സെൻഡ് ചെയ്യാം ഓപ്ഷൻ രണ്ടും ഉണ്ട്. സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. നമുക്കിതിനെ കളർ ചേഞ്ച് ചെയ്യാനും അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഡിവൈസിൻ്റെ പേരൊക്കെ മാറ്റി കൊടുക്കാനൊക്കെ പറ്റും. സെൻഡ് റിസീവ് ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്കൊരു ഫയൽ സെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫയലായിട്ടാണെങ്കിൽ ഫയൽ, ഫോൾഡറായിട്ട് ഫോൾഡർ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് സെർച്ച് ചെയ്തിട്ട് ഇതിൽ കാണിക്കും ഏതൊക്കെയാണ് നിയർ ബൈ ഉള്ളതെന്ന്. നമ്മളത് ആക്റ്റീവ് ആക്കിയാൽ മതി. ഇത് സെയിം വൈഫൈ കണക്ഷനകത്തായിരിക്കണം. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം. സെയിം വൈഫൈ കണക്ഷനകത്തായിരിക്കണം ഇത്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്